താനൂർ മണ്ഡലം ഇത്തവണ UDF വലിയ ഭൂരിപക്ഷത്തിൽ തിരിച്ചുപിടിക്കുമെന്ന് UDF സ്ഥാനാർത്ഥി PK നവാസ് മീഡിയ വണിനോട്. LDF BJP ഡീല് മറികടന്ന് UDF ചരിത്രവിജയം നേടും. കാന്തപുരം വിഭാഗം LDFിനെ പിന്തുണച്ചിട്ടുണ്ടോ എന്നറിയില്ല. UDFിന് എല്ലാ വിഭാഗങ്ങളുടെയും വോട്ട് ലഭിച്ചിട്ടുണ്ടെന്നും PK നവാസ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. മലപ്പുറം ജില്ലയിൽ വലിയ വോട്ടിംഗ് ശതമാനം കൂടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ താനൂരിൽ കഴിഞ്ഞ തവണത്തെക്കാളും വലിയൊരു വോട്ടിംഗ് ശതമാനം കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ താനൂരിലെ UDF സ്ഥാനാർത്ഥി PK നവാസ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വലിയ ഒരു വോട്ടിംഗ് ശതമാനം വർധന ഉണ്ടായിട്ടുണ്ട്. എത്രത്തോളം ഉണ്ട് താനൂരിൽ ഇപ്പോഴുള്ള പ്രതീക്ഷ? താനൂരിൽ ഞങ്ങൾ വലിയ ആത്മവിശ്വാസത്തിലാണ്. വോട്ടിംഗ് ശതമാനത്തിൻ്റെ കൂടുതലും കുറവും ഇത്തവണ നമുക്ക് കാര്യമായി അങ്ങനെ പരിഗണിക്കാൻ വേണ്ടി കഴിയില്ല. കാരണം നമുക്കറിയാം പട്ടികയുടെ ശുദ്ധീകരണം നടന്നൊരു ഘട്ടമാണ്. അപ്പോൾ അത് സ്വാഭാവികമായി അതിൻ്റെ വർധന വരേണ്ടതാണ്. ഈ BJPയുമായിട്ടുള്ളൊരു ഡീല് LDFിനോട് വലിയ രീതിയിൽ ആരോപണം ഉണ്ടായിരുന്നു. അത് വർക്കായിരുന്നോ? അല്ല, നമുക്ക് തിരഞ്ഞെടുപ്പിന് ശേഷമാണ് പറയുന്നത്. ഞങ്ങൾ മുൻകൂട്ടി ഒരു ആരോപണം ഉന്നയിക്കുന്നൊന്നുമില്ല. പക്ഷേ ഇലക്ഷന് മുമ്പ് ഞങ്ങൾക്ക് ആരോപണം ഉണ്ട്. അത് താനൂർ മുനിസിപ്പാലിറ്റി വോട്ടിംഗ് പാറ്റേൺ വെച്ച് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. ഈ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നാലും BJP എത്ര വോട്ട് പിടിക്കുമെന്നത് പരിശോധിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. ഒരു 15,000 വോട്ടിൽ താഴേക്ക് BJP പോയാൽ കൃത്യമായി BJPയും CPM തമ്മിൽ ഡീലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു മടിയുമില്ല. അത് നേരത്തെ ഞങ്ങൾ തെളിയിച്ചതാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ വോട്ട് തന്നെ ജയിക്കാൻ മതി. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന മറ്റു സംഘടനകളുടെ വോട്ടുകൾ ശേഖരിക്കുന്നതിൽ LDF കഴിഞ്ഞ കാലങ്ങളിൽ കാണിച്ചിട്ടുള്ള അവരുടെ ശുഷ്കാന്തി തന്നെയാണ് അവർക്ക് ജയിച്ചു പോകേണ്ടായ കാരണം. ഞങ്ങൾ ഇപ്പോഴും അത്തരം വോട്ടുകൾക്ക് പിറകെ പോകാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങൾ വിചാരിക്കുന്നത് ഈ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നാൽ അത് ബോധ്യപ്പെടും എങ്ങനെയാണ് വന്നത്. 15,000 താഴേക്ക് പോകുന്നുവെങ്കിൽ ആ ഡീലുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല.